പിന്നെ ഇവിടെ കയറിയിട്ടുണ്ട്. ഇത് പന്നികൾ എന്തായാലും ചെയ്യില്ല, മനുഷ്യന്മാരെന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ നാട്ടിലെ വണ്ടിയാണല്ലേ അത് പിന്നെ കൂടുതൽ വ്യാപിപ്പിക്കാൻ പെണ്ണുങ്ങളെ നോക്കുമ്പോൾ തന്നെ പരിപാടി തീർക്കും. അങ്ങനെ കുറേ എണ്ണം കിട്ടും. ബസ് സ്റ്റാൻഡിൽ എപ്പോഴും ഭയങ്കര തിരക്കാവും. അപ്പോൾ ഒന്നാമത് എന്താ അറിയോ, ഇത് വീതി നീളം സ്ഥല സൗകര്യം ഒന്നുമില്ലാത്ത ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ അതിൻ്റേതായ സൗകര്യങ്ങൾ വരണം. ഇത് 2 ബസ് വരാനുള്ള ഇതും കൂടി ഇല്ല. ഒരു ബസ് വന്ന് തിരിക്കുമ്പോഴത്തേനും ഇതൊരു KSRTC നിൽക്കുമ്പോൾ തന്നെ പരിപാടി തീർന്നു. പിന്നെ ഇവിടെയൊക്കെ പറ്റ കോലം കിട്ടുന്നു. നേരേക്കാനും കൂടിയും പറ്റില്ല. നേരേക്കാനും ഒന്നിനും സമയമല്ല, ആൾക്കാർക്ക് സമയമല്ല, അതാണ് അല്ല പറഞ്ഞ. സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ടേ വലിയ ഓട്ടമില്ല കേട്ടോ. ആരെയും കാണാനില്ല, നഗരത്തിൽ ആരെയും കാണാനില്ല. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത് വന്നത്. അപ്പോൾ ഫേസ്ബുക്കിലും ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. പുതിയ തരം ഒരു തട്ടിപ്പാണ് അത് ശരിക്കും. കാരണം കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണും വീഡിയോ കോൾ ചെയ്യാനും ഇല്ല കോൾ ചെയ്യാനും ഒരാണ് തുറക്കുമ്പോഴത്തേനും ഇല്ല വിളിക്കുമ്പോഴത്തേനും മെസ്സേജ് അയക്കുമ്പോഴത്തേനും ആരും പിന്നെ മറുപടി കൊടുക്കാൻ നിൽക്കില്ല. അതെന്താണ് ഏതാണെന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. അത് അത്രയും വിശ്വാസം വരണം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിന് ഏറ്റവും വേണ്ടത് എന്താ അറിയോ, വിശ്വാസമാണ്. അതിന് ശേഷം മതി സ്നേഹവും മറ്റതും മറ്റുമൊക്കെ. അപ്പോൾ പറയാൻ പോണെന്താ അറിയോ, ഫ്രണ്ട് ആപ്പ് അത് പിന്നെ കൂടുതൽ വ്യാപിപ്പിക്കാൻ പെണ്ണുങ്ങളെ അതിൽ സജസ്റ്റ് ചെയ്യുന്നത് പെണ്ണെന്നെ പറയണത്. അതേമാതിരി ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ ഫോളോവേഴ്സിനെ കൂട്ടാനൊരു താത്തപ്പണ്ട് പറയണ്ടായി. ഞങ്ങൾ പിന്നെ മലയാളി മല്ലു ഫോളോവേഴ്സിനെ പക്കായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല കേട്ടോ. മലയാളി ഫോളോവേഴ്സിനെ ഒക്കെ ചെയ്തു കൊടുക്കുക അറിയുമ്പോൾ വളരെ മോശമുള്ള പരിപാടി അതൊക്കെ. ഇങ്ങനെ തന്നെയാണ് പിന്നെ ആൾക്കാരും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വഴിയേറ്റി പോണത്. ഇപ്പോൾ ഫ്രണ്ട് ആപ്പിൻ്റെ കാര്യം തന്നെ പറയാം. ഫ്രണ്ട് ആപ്പിൽ എന്താ പറയുന്നത് നിങ്ങൾ കുറച്ചിരുന്ന് കേട്ടാൽ മതി. ലൈഫിൽ ഫണ്ട് തരാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാലോ? അതെ, ഫ്രണ്ട് ആപ്പിലൂടെ 9 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് നാട്ടിൽ എവിടെയുള്ളവരുമായി നിങ്ങൾക്ക് ഫ്രണ്ട് ആകാം. കൂടാതെ 9 രൂപയ്ക്കോ മറ്റൊരു തുകയ്ക്കോ റീചാർജ് ചെയ്ത് ഫ്രണ്ട്സിനെ കണ്ടെത്തി അവരുമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വീഡിയോ ഓഡിയോ ചാറ്റായി ഇൻട്രാക്ട് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇത് പിന്നെ അതിന് പോരാന്ന് എത്ര റീചാർജ് ചെയ്യണം, 9 രൂപ 39 രൂപ അങ്ങനെ ഏതൊക്കെ റീചാർജ് ചെയ്യല് അവർ പറയുന്നുണ്ട്. ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ എന്തായാലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അതൊക്കെ ഒരു ട്രാപ്പാണത്. അത് ഹണി ട്രാപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ട്രാപ്പാണത്. അപ്പോൾ കൂടുതൽ മലയാളികളെ എങ്ങനെ പറ്റിക്കാം എന്ന് മറ്റുള്ളവർ കണ്ടുപിടിച്ചില്ല. മലയാളികളെ തന്നെയാണ് ഇത് ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലാതെ പുറത്തുള്ളവർ ക്രിയേറ്റ് ചെയ്യില്ലല്ലോ എന്തായാലും. അപ്പോൾ ഇത് ഒരു ഹണി ട്രാപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹണി ട്രാപ്പാണെങ്കിൽ ഞാൻ എന്തായാലും പോയിട്ടുണ്ടാവും. ഈ ഹണി ട്രാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ കൊടുക്കുന്ന പരിപാടിയല്ലേ, അങ്ങനെ വെച്ചാൽ ഞാൻ എന്തായാലും പോകും. അപ്പോൾ ഇത് അവർക്ക് പൈസ കിട്ടാനുള്ളൊരു പരിപാടിയാണിത്. റീചാർജ് ചെയ്യുക, പിന്നെ അതേമാതിരി വീഡിയോ കോൾ ചെയ്യുന്നത് നമുക്ക് നെറ്റ് വേണമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു പിന്നെ AI സാങ്കേതിക വിദ്യയും കൂടിയാണിത്. അത് മലയാളികളായ ആൾക്കാർക്ക് പിന്നെ പെട്ടെന്ന് സാധ്യമാക്കി കൊടുക്കാനും സാധ്യമാവാനും ഉള്ള കാര്യങ്ങളാണ്. എന്തായാലും പിന്നെ എപ്പോഴും പറയും മലയാളികൾ പൊട്ടന്മാരല്ല,
മലയാളികളെ പറ്റിക്കാൻ കഴിയില്ല. മലയാളികളെ തന്നെ ലോകത്തെ എല്ലാവരും പറ്റിക്കണേ. പുറത്തുള്ളവരാരെങ്കിലും പറ്റിക്കുന്നുണ്ടോ? മലയാളികളെ പറ്റിക്കാൻ പറ്റില്ല. അത്ര ഇവിടെ കൂടുതൽ പറ്റിക്കപ്പെടുന്നു. ഇപ്പം എത്ര ആൾക്കാർ ഹണി ട്രാപ്പ് പെട്ടു. അതേപോലെ പിന്നെ ഈ ബാങ്കിൻ്റെ SMS എന്താ കോഡ്, അതേപോലെ ഒരുപാട് തട്ടിപ്പിന് ഇരയായിട്ടില്ലേ മലയാളികൾ. ഇനിയിപ്പോൾ എന്ത് ഏതിനെന്നൊക്കെ പറയണോ? എല്ലാത്തിനും ദിവസവും മലയാളിനെ പറ്റിക്കണം. ആ പറ്റിക്കലിൽ ഞാനും പെടുന്നുണ്ട് കേട്ടോ. അവസാനം ഇനിയിപ്പോൾ നമ്മൾ മാത്രം ബുദ്ധിയുള്ള ആൾ എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഇത് തട്ടിപ്പിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഇത് വരുന്നത്. അതേമാതിരി ഒരു ഏതോ ഒരു ചെക്കൻ വന്നിട്ട് പറയുന്നുണ്ട്, സൂപ്പി കളിക്കൂ നിങ്ങൾ 5 മിനിറ്റിനകം വലിയ പ്രതി, പിന്നെ 5 മിനിറ്റിനകം പിന്നെ 1 കോടി റുപ്യ കിട്ടും ഇത്രേ. അപ്പോൾ ഈ കൊടുക്കുന്ന ആള് പൊട്ടന അതോ പ്രാന്തനോ? മലയാളികളും തന്നെ സ്വയം മലയാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ കേരളം നന്നാവുക? 5 മിനിറ്റിനകം പിന്നെ ഒരുപാട് പ്രൈസ്. അതേപോലെ ഇതിൽ 10 കോടി റിയൽ പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും വലിയ കാര്യമല്ല മൂപ്പര് പറയണേ. അപ്പോൾ നിങ്ങൾ ഇതിൽ സേഫ് ആൻഡ് സെക്യൂറാണ്. ഒക്കെ സെക്യൂർ തന്നെയാണ്. അത് എന്താ സെക്യൂർ നിങ്ങൾക്കറിയോ? സെക്യൂറും സെക്യൂരിറ്റി എന്താണെന്ന് അറിയോ? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അവർ അത് സെക്യൂർ ആക്കി വെക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അതേമാതിരി വേറെ ഉണ്ട് സംഭവങ്ങൾ. ഞാൻ പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. അങ്ങനെ എന്തൊക്കെ കിടക്കണോ? സമയം കുറേ കേട്ടോ. അപ്പോൾ വിറ്റയ്ക്ക് വേണ്ട കാത്തന്നെ നിൽക്കണം. അതിൻ്റെ ഫോണുമില്ല. അവിടെ പോയിട്ട് വലിയ പണിയൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ഒരു പണി വേണ്ടേ നമുക്ക്? ജനങ്ങളോട് ഞാൻ പ്രത്യേകം പറയണത് എന്താ പറയുക, നിങ്ങൾ സീബ്ര ലൈനിൽ ഉണ്ടാവും, അതിക്കടെ മാത്രം ക്രോസ് ചെയ്യുക. കാരണം അത് നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അല്ലാതെ നിങ്ങൾ തോന്നിയ വഴിക്ക് ചാടിപ്പോയിട്ടും വണ്ടി തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കിടക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ. ഈ വണ്ടിക്കാരൊന്നും ഉണ്ടാവില്ല. അതിപ്പോൾ ആരായാലും ഒഴിഞ്ഞു മാറാനല്ലേ ശ്രമിക്കുക. അല്ല കുറ്റം തലയിൽ എടുത്തിട്ടോ ഒരിക്കലും ആരും ചെയ്യില്ല. നമുക്ക് പിന്നെ അവസാനം പിന്നെ ഒരു നീല വിളിച്ചങ്ങനെ വരും. വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ആള് പറയണ്ടായി, അതെ ഒന്ന് ലൈറ്റ് ഒന്ന് മിന്നിട്ട് ഒന്നൂടെ. പക്ഷേ പ്രൈവറ്റ് ബസ്സുകാർ എന്തായാലും ഹോണൊക്കെ മിന്നിക്കൂട്ടോ. KSRTC-കാരന്മാരി അല്ല. 2 ജീവൻ പൊലിയേണ്ടി വന്നു. പിന്നെ കമ്പി വേലി കെട്ടാൻ. പക്ഷെ എപ്പോഴും വാഹനങ്ങൾക്ക് ഒരു സ്പീഡിന് കുറവൊന്നുമില്ല. വാഹനങ്ങളൊക്കെ നല്ല സ്പീഡിൽ തന്നെയാണ് പോണത്. അതുമാത്രമല്ല ഇപ്പോൾ 2 ജീവനുകൾ പോകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എത്ര ചിലവർക്ക് ഭയങ്കര സന്തോഷമാവില്ലേ. പിന്നെ ഇതാ ഇവിടെ ഇതിങ്ങനെ കീറിയിട്ടുണ്ട്. ഇത് പന്നികൾ എന്തായാലും ചെയ്യില്ല, മനുഷ്യന്മാർ തന്നെയും ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇതൊക്കെ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളെ ജീവൻ കൂടിയും പോകാൻ വേണ്ടിയിട്ടല്ലേ ഇവരെ ചെയ്ത് വെച്ചതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെയും ചെയ്യരുത് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ മക്കളോ ഇല്ല നിങ്ങളുടെ ആരെങ്കിലും സ്വന്തത്തിലുള്ളവരോ ബന്ധത്തിലുള്ളവരൊക്കെ പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതിപ്പോൾ എത്ര ആയാലും അതിൻ്റെ പശ പോയിരിക്കുകയാണ്. പശ പോയാൽ പിന്നെ അത് നിൽക്കില്ലല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. ആരെയും കണ്ടുകൂടാ, ആരെയും നോക്കാൻ വയ്യ. അങ്ങനെ പോട്ടെ. പിന്നെ ഇത് കയറ്റത്തിലാണ് വണ്ടി. അപ്പോൾ കയറ്റത്തിൽ മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ക്ലച്ച് ഒരിക്കലും താങ്ങരുത് കേട്ടോ. ക്ലച്ച് താങ്ങിയിട്ട് എന്താ അറിയോ, പ്രത്യേകിച്ച് ഏത് വണ്ടി, പ്രത്യേകിച്ച് ഈ ഓട്ടോറിക്ഷകളൊക്കെ ക്ലച്ച് താങ്ങിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഭയങ്കര ഡേഞ്ചറാവും. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ. ഫുൾ ബസ് പോണില്ലേ, അത് നല്ലൊരു ഡ്രൈവറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ട്രാഫിക്കിൻ്റെ നിങ്ങളിലൊക്കെ അനുസരിച്ച് തന്നെ പോകണമെന്നില്ല നോക്കേ. അത് നല്ലത് കണ്ടേ. അത് ഏത് സ്കൂൾ വണ്ടി അറിയോ? ST മേരി UP സ്കൂൾ പുള്ളശ്ശേരി. എൻ്റെ നാട്ടിലത്തെ വണ്ടിയാണല്ലേ. അതിപ്പോൾ